അപ്പോൾ മോതിരകണ്ണി ടു ഇടുക്കി ചിഞ്ചിനി പിള്ളേര് കൊണ്ടുവരാൻ പോണ്. ഞാനും എൻ്റെ അനിയനുണ്ട്. മോതിരകണ്ണി പള്ളി. അപ്പോൾ വഴിയിലെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഇടയ്ക്ക് കാണാം. ചാലക്കുടി ടൗൺ എത്തിയിട്ടുണ്ട്. ഇതാണ് ചാലക്കുടി ടൗണ്. ഇനി നേരെ അങ്കമാലി, അവിടുന്ന് പെരുമ്പാവൂര് കഴിഞ്ഞ് പിന്നെ വണ്ണപ്പുറം റൂട്ട് പിടിക്കാന്ന് വെച്ചു. അത് എളുപ്പം. മറ്റേ മൂവാറ്റുപുഴ മൂലമറ്റം കൂടി പോകണമെങ്കിൽ ഇത്തിരി സമയമെടുക്കും. സംഭവം നല്ല വഴിയൊക്കെയാണ്, ഇഷ്ടമാണ്. പക്ഷെ സമയക്കുറവിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് വണ്ണപ്പുറം റൂട്ട് പിടിക്കാം. ചാലക്കുടി ടു അങ്കമാലി ഹൈവേ. ഇനി അങ്ങോട്ട് അങ്കമാലി ഒരു നല്ല അടിപൊളി റോഡാണ്, ഹൈവേ ആണ്. അപ്പോൾ ഇത് ചാലക്കുടി ടു അങ്കമാലി ഹൈവേ. അപ്പോൾ നമ്മുടെ അങ്കമാലി കഴിഞ്ഞു കാലടി എത്തി. നമ്മുടെ കാലടി പാലം, പെരിയാർ നദി. ഇതാണ് നമ്മുടെ കാലടി പാലം. ഒടുക്കത്തെ ജാമും. ഇതിപ്പോ ഇന്ന് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, എന്നാലും ഉണ്ട്. വണ്ണപ്പുറം റോട്ടിൽ കയറാൻ പോണ. അങ്ങോട്ട് ഫുൾ ഹൈ റേഞ്ചിന്റെ സുഖകരമായിട്ടുള്ള യാത്രയായിരിക്കും. നല്ല രസകരമായിട്ടുള്ള വഴിയും നല്ല സൈലന്റ് പ്രദേശവും എല്ലാം കൊണ്ടും ഒരു അടിപൊളി യാത്ര. മനോഹരമായിട്ടുള്ള കാടിന്റെ നടുവിലൂടെയുള്ള യാത്ര, അടിപൊളി. ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. ആന ഇറങ്ങിയാൽ പണി കിട്ടും. വണ്ടി നിർത്തി ഓടാന്നുള്ളൂ. നല്ല മരങ്ങളും തണലും. ഈ ഒരു കയറ്റം കയറി ചെല്ലുന്നത് ചിഞ്ചിനി വെള്ളിയാണ്. ചിഞ്ചോട് അടിപൊളി ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ബിരിയാണി കഴിക്കാൻ പോവാണ്. ലിജോനെ എങ്ങനെയുണ്ട് ചേച്ചിയുടെ ബിരിയാണി? സൂപ്പർ. ഓ പൊളി പൊളി. ചിഞ്ചിൻ്റെ വീട്ടിലെ ചാമ്പയ്ക്ക. തിരിച്ചു പോകുന്ന വേറെ വഴിക്കാണ്. ചെറുതോണി, തൊടുപുഴ, മൂലമറ്റം, തൊടുപുഴ വഴി. ഇതും നല്ല മനോഹരമായിട്ടുള്ളൊരു വഴിയാണ്. കാടുകളും ചുറ്റും കാട്, അതിൻ്റെ നടുവിൽ നല്ലൊരു വഴി. റോഡിന്റെ നടുവിലുള്ള കിണർ ഈ ഭാഗത്ത് എവിടെയാണ് എന്ന് തോന്നുന്നു. അതെ, ഇതാണ് ആ കിണർ. ഹെയർപിന്റെ നടുവിലുള്ള ഒരു കിണർ. ഇത്